ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് മോര് സോഡ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും, എങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇഡ്ഡീനെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചതച്ചിടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിനകം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 കൊച്ചുള്ളി അതുകൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഓരോരുത്തരും എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിൽ നമ്മളെടുക്കുന്ന നമുക്കിപ്പോൾ എത്ര ആൾക്കാരുണ്ടോ അത്രയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്ത് നമ്മളതുപോലെ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ നല്ലവണ്ണം ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് കോരി മാറ്റാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോഡ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാസ് പോകുന്നതിന് മുമ്പ് തന്നെ സോഡ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ആ സോഡ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് കുടിക്കാം. ആ ഒരു ഗ്യാസോട് കൂടി തന്നെ കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത്ര ഉള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.